ചിലരോടൊക്കെ അല്ലെങ്കിൽ ചില സംഭവങ്ങളോടൊക്കെയുള്ള പകയും വിദ്വേഷവും ഒക്കെ മനസ്സിലിട്ടുകൊണ്ട് ദീർഘകാലം നടക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലും ചിലരോടുള്ള ദേഷ്യം അടങ്ങാതെ ഉണ്ടാവും. എന്നാൽ കനത്ത നഷ്ടത്തിനിടയിലും പുറത്തു കൊടുക്കുക, ക്ഷമിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നതിന് ദൈവീകമായ ഒരു മനസ്സ് വേണം, മനഃശക്തി വേണം. അങ്ങനെ ഒരു ദൈവീകത പങ്കുവെച്ച ഒരു മാതാപിതാക്കളെ കുറിച്ച് ഇന്ന് തികച്ചിൽ ലോക്കലിൽ ആദ്യം പറയാം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തികച്ചിൽ ലോക്കലിൽ തന്നെ നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു. അതായത് പിതാവിനെ സന്ദർശിക്കാൻ എത്തിയ ഒരു കുഞ്ഞുമകൻ വാഹനാപകടത്തിൽ അതിദാരുണമായി മരണമടഞ്ഞു എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ നൽകിയിരുന്നത്. തലാൽ ഗ്രൂപ്പിലെ ജീവനക്കാരനായിരുന്ന ഷറഫുദ്ദീൻ എന്നയാളുടെ 22 മാസം പ്രായമുള്ള അലൻ റൂവി എന്ന കുഞ്ഞുമകനാണ് വാഹനം ഇടിച്ച് മരണമടഞ്ഞത്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ വാഹനാപകടത്തിന് കാരണക്കാരനായ ഡ്രൈവറോട് മാതാപിതാക്കൾ ക്ഷമിച്ചു എന്ന് രേഖാമൂലം പോലീസിനെ അറിയിച്ചതാണ് ഇന്ന് പ്രധാനമായും പറയാനുള്ളത്. ആ സംഭവം മാതാവും പിതാവും ഓർക്കുന്നത് ഇങ്ങനെയാണ്. ഈ റമദാൻ കാലത്ത് പിതാവ് ഷറഫുദ്ദീനോടൊപ്പം ദിവസങ്ങൾ ചെലവഴിക്കാനാണ് മാതാവും കുഞ്ഞുമകനും ഇവിടേക്ക് എത്തുന്നത്. കുഞ്ഞുമകൻ ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് പിതാവിന്റെ അടുത്തേക്ക് അവൻ എത്തുന്നത്. വളരെ സന്തോഷകരമായി ചെലവഴിക്കേണ്ട ഒരു കാലഘട്ടമാണ് വലിയ തീരാ ദുഃഖത്തിലേക്ക് വഴുതി വീണത്. മാതാവ് ആ സംഭവം ഓർക്കുന്നത് കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരം ഒരു 7 മണിയായപ്പോൾ വേസ്റ്റ് ഡിസ്പോസലിനായി കുഞ്ഞിനെയും കൂട്ടി താഴേക്ക് വന്നതാണ് അവര്. ഒരു നിമിഷം കുഞ്ഞിന്റെ കൈ ഒന്ന് വിടുവിച്ച് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതിനിടയിലാണ് കുതറിയോടി കുഞ്ഞ് ഒരു കാറിന് പിറകിലേക്ക് എത്തുന്നത്. ഈ സമയത്ത് അവരുടെ അയൽവാസി തന്നെയായ ഒരാൾ കാറ് പുറകോട്ടെടുക്കുന്ന ഒരു സമയമാണ്. മാതാവ് നോക്കി നിൽക്കെ ഈ ഡ്രൈവർക്കും കാണാൻ കഴിയുന്നതിന് മുൻപേ കുഞ്ഞ് ആ വാഹനത്തിന്റെ പിറകിലെത്തി കുഞ്ഞിനെ ഇടിച്ച് വാഹനം വന്ന് നിൽക്കുകയാണ്. കുഞ്ഞിനെ ഇടിച്ചു എന്ന് മനസ്സിലാക്കിയ ഡ്രൈവർ ഉടൻ വാഹനം നിർത്തി. മാതാവ് ഓടി എത്തിയപ്പോഴേക്കും കുഞ്ഞ് താഴെ വീണിരുന്നു. കുഞ്ഞിനെ കോരിയെടുത്ത് അവർ ആശുപത്രിയിൽ എത്തിക്കാനാണ് ആദ്യം ശ്രമിച്ചത്, ആംബുലൻസിന് കാത്തു നിൽക്കാതെ തന്നെ. പക്ഷെ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും ഇന്റേണൽ ഇഞ്ചുറി അത്ര വലുതായിരുന്നു, കുഞ്ഞിന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഡ്രൈവറെ ഉടൻ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഷറഫുദ്ദീനും ഭാര്യയും ഡ്രൈവറുടെ പിഴയല്ല, അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമിച്ചു എന്നുള്ള ഒരു രേഖാമൂലമായിട്ടുള്ള കത്ത് പോലീസിനിപ്പോൾ നൽകിയിരിക്കുന്നത്. തങ്ങൾക്കുള്ള നഷ്ടം അപരിഹാര്യമാണെന്ന് മാതാപിതാക്കൾ പറയുന്നു. ഇനി ഈ ഒരു നഷ്ടം നികത്താൻ ഈ ജന്മത്ത് കഴിയുകയില്ല എന്ന് അവർ പറയുന്നു. റുവി ഇനി തിരികെ വരികയില്ല. മറ്റൊരു കുടുംബത്തെ എന്തിനാണ് അറിയാതെ പറ്റിയ ഒരു തെറ്റിന്റെ പേരിൽ ദീർഘകാലം ശിക്ഷിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. അലൻ റുവിയുടെ സംസ്കാരം ഖിസൈസിൽ ശ്മശാനത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ച നടന്നിരുന്നു. അതിനുശേഷം വലിയ ഹൃദയഭാരത്തോടെ കുടുംബം നാട്ടിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു. അതിനിടയിലാണ് വാഹനാപകടം അറിയാതെയെങ്കിലും ഉണ്ടാക്കിയ ഡ്രൈവറോട് പുറത്തു കൊടുത്തു എന്ന് രേഖാമൂലമുള്ള ഉറപ്പ് ഷറഫുദ്ദീനും പത്നിയും പോലീസിന് നൽകിയിരിക്കുന്നത്. ഇതിൽ തങ്ങളുടെ ശരി ഇതാണെന്നും മാതാപിതാക്കൾ പറയുന്നു. ഈ അപകടം ആരും മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ല, യാദൃശ്ചികമായി സംഭവിച്ചതാണ്, അത് പുറത്തു കൊടുക്കുന്നു എന്നാണ് ഈ റമദാൻ കാലത്ത് മാതാപിതാക്കൾ നൽകുന്ന രേഖാമൂലമായ ഉറപ്പ്. അബുദാബിയിൽ ഈ സമൂഹ നോമ്പുതുറയ്ക്കായിട്ട് ടെന്റുകളും മറ്റും കെട്ടുന്നതിന് മുൻപേ നിങ്ങൾ പെർമിറ്റ് എടുത്തിരിക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അധികൃതർ നൽകുന്നത്. അതേക്കുറിച്ച് കൂടി ഇന്ന് തികച്ചും ലോക്കലിൽ ഓർമ്മപ്പെടുത്താനുണ്ട്. ടെന്റുകൾ സ്ഥാപിക്കുന്നതിന് മുൻകൂട്ടി നിങ്ങൾ പെർമിറ്റ് എടുക്കണം. താം പ്ലാറ്റ്ഫോം വഴി പെർമിറ്റ് സൗജന്യമായിട്ട് ലഭിക്കും. UAE പാസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാം. റമദാൻ മാസത്തേക്ക് മാത്രമായിരിക്കും പെർമിറ്റ് കാലാവധി കഴിഞ്ഞാലുടൻ ടെന്റ് നീക്കം ചെയ്യണം എന്നാണ് അബുദാബി മുനിസിപ്പാലിറ്റി അറിയിക്കുന്നത്. അപ്പോൾ അക്കാര്യം പ്രത്യേകമായി ഓർക്കുക.